വിഴിഞ്ഞം തുറമുഖം ജനങ്ങൾക്കുള്ള LDF സർക്കാരിന്റെ 10ാം വാർഷിക സമ്മാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ക്രെഡിറ്റ് നാടിനാകെയാണ്. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ് വിഴിഞ്ഞം തുറമുഖം. ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ക്ഷണമുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ പേര് തങ്കലിപികളാൽ എഴുതപ്പെടും. കഴിഞ്ഞ 9 വർഷമാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ നിർണായകമായത്. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇത്രയും വേഗം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന്റെ ക്രെഡിറ്റ് കേരളത്തിനാകെയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് LDF സർക്കാർ തയ്യാറായത്. വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിലേ കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടത്തുന്ന രീതിയല്ലല്ലോ വരാൻ പോകുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളൂ. നമ്മളതിന് തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വേദിയിലിരിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. കേരളം നൽകിയ പട്ടികയിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരും ഉണ്ടായിരുന്നു. ഉദ്ഘാടന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവും ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം. അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന്? അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു, അദ്ദേഹത്തെ പരിപാടിയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ. പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക. അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണഗതിയിൽ കാരണമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ക്രെഡിറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. വരാനിരിക്കുന്ന ദേശീയപാതാ വികസന പ്രവൃത്തികളിൽ നിർമ്മാണ വസ്തുക്കളുടെ GST ഒഴിവാക്കുമെന്ന പ്രഖ്യാപനവും വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.